എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ വന്ദനം. നമുക്ക് തരുന്ന ഓരോ ദിവസവും മൂല്യമുള്ളതാണ്. ഞാനിങ്ങനൊരു ചൊല്ല് കേട്ടിട്ടുണ്ട്. നിന്റെ വെള്ളം നീ ചുമക്കുമ്പോഴാണ് അതിലെ ഓരോ തുള്ളി വെള്ളത്തിൻ്റെ വില നീ അറിയുന്നത്. ഇതുപോലെ നമ്മൾ ചുമക്കുന്ന വെള്ളം, നമ്മുടെ വെള്ളം, അത് ചുമന്നുകൊണ്ട് പോകുമ്പോൾ അതിലെ ഓരോ ചെറിയ തുള്ളിയുടെ പോലും വില നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് നാം കഠിനാധ്വാനം ചെയ്ത് നാം ഓരോന്ന് നേടിയെടുക്കുമ്പോൾ അതിന് മൂല്യമുണ്ടാകും. പലപ്പോഴും വളരെ പ്രാർത്ഥിക്കാനും വളരെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാനും ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഇതിനാണ്. പലതും വില മുടക്കി പ്രാപിക്കാൻ നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് ഇതിനാണ്. അതിൻ്റെ വില നമുക്ക് മനസ്സിലാകും. വില അറിയാൻ വേണ്ടി തന്നെയാണ് പലപ്പോഴും ദൈവം നമ്മെ കൂടുതൽ ദൈവ സാന്നിധ്യത്തിൽ ഇരുത്തുന്നത്. വളരെ നാളുകൾ പൗലോസ് പറയണം, ഞാൻ രാപ്പകൽ കണ്ണുനീരോർന്നു വാർത്തു എന്ന്. അപ്പോൾ രാപ്പകൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് നേടിയ പല സഭകളും പൗലൂസിൻ്റെ കാലത്ത് താൻ സ്ഥാപിച്ചു. എന്നിട്ട് പൗലൂസ് പറയണം, ഞാൻ പോയാൽ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ വരും. കാരണം ഞാൻ വളരെ വില മുടക്കിയാണ് ഈ സഭയെ കൊണ്ടുപോയത്. ഞാൻ പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥനയ്ക്ക് വില കൊടുക്കുന്നവനുമാണ്. എന്നാൽ ഞാൻ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അതില്ലെങ്കിൽ ചെന്നായ്ക്കൾ ഇതിനകത്ത് കയറും. അതിൻ്റെ അർത്ഥം ഞാനുള്ള കാലത്തോളം, ദൈവസന്നിധിയിൽ വളരെ വില മുടക്കി പ്രാർത്ഥിക്കുന്ന ഞാനുള്ള കാലത്തോളം ഒരു ചെന്നായി, ഒരു പിശാചും അകത്ത് കയറില്ല. ഇതൊരു വീട്ടിലെ കുടുംബനാഥൻ, അപ്പൻ പറഞ്ഞിരുന്നെങ്കിൽ, ഒരമ്മ പറഞ്ഞിരുന്നെങ്കിൽ, ഞാനുള്ള കാലത്തോളം എൻ്റെ കുടുംബത്തെ തൊടാൻ പിശാചിന് കഴിയില്ലെന്ന് പറയാൻ ഒരപ്പനും അമ്മയ്ക്കും കഴിഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെട്ടു. ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഇങ്ങനെ പറയാൻ ഉണ്ടെങ്കിൽ, അങ്ങനെ പ്രാർത്ഥിക്കാൻ വില മുടക്കാനുണ്ടെങ്കിൽ, അതിൻ്റെ റിസൾട്ടുകൾ നിങ്ങൾ കാണും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് തരാനൊരു കർത്താവുണ്ടെങ്കിൽ, ചോദിച്ചതിലും നനച്ചതിലും അധികം തരാൻ ഒരു കർത്താവുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. വാക്ക് തന്നവനെ, എന്നും സത്യമായവനെ, നീ വാക്കു മാറാത്തവൻ, നീ വാക്കു മാറാത്തവൻ. വാക്ക് തന്നവനെ, എന്നും സത്യമായവനെ, നീ വാക്കു മാറാത്തവൻ, നീ വാക്കു മാറാത്തവൻ. കാലങ്ങൾ മാറുമേ, ഈ ഭൂമിയും മാറുമേ, മനുഷ്യരും മാറുമേ, നീയോ എന്നും മാറാത്തവൻ. കാലങ്ങൾ മാറുമേ, ഈ ഭൂമിയും മാറുമേ, മനുഷ്യരും മാറുമേ, നീയോ എന്നും മാറാത്തവൻ. വാക്ക് തന്നവനെ, എന്നും സത്യമായവനെ, നീ വാക്കു മാറാത്തവൻ, നീ വാക്കു മാറാത്തവൻ. വാക്കു തന്നവനെ, എന്നും സത്യമായവനെ, നീ വാക്കു മാറാത്തവൻ, നീ വാക്കു മാറാത്തവൻ. കാലങ്ങൾ മാറുമേ, ഈ ഭൂമിയും മാറുമേ, മനുഷ്യരും മാറുമേ, നീയോ എന്നും മാറാത്തവൻ. കാലങ്ങൾ മാറുമേ, ഈ ഭൂമിയും മാറുമേ, മനുഷ്യരും മാറുമേ, നീയോ എന്നും മാറാത്തവൻ. കാലങ്ങൾ മാറുമേ, ഈ ഭൂമിയും മാറുമേ, മനുഷ്യരും മാറുമേ, നീയോ എന്നും മാറാത്തവൻ. സാഹചര്യങ്ങൾ മാറും, മനുഷ്യർ മാറും, അവസ്ഥകൾ മാറും,
ഇന്ന് കാണുന്ന എല്ലാം മാറും. പക്ഷെ ഒരിക്കലും മാറാത്തവൻ യേശു മാത്രം. ഒരിക്കലും മാറാത്തത് യേശുവിൻ്റെ വചനം. ചേർന്ന് പാടാമോ? കാലങ്ങൾ മാറുമേ, ഈ ഭൂമിയും മാറുമേ, മനുഷ്യരും മാറുമേ, നീയോ എന്നും മാറാത്തവൻ. കാലങ്ങൾ മാറുമേ, ഈ ഭൂമിയും മാറുമേ, മനുഷ്യരും മാറുമേ, നീയോ എന്നും മാറാത്തവൻ. കാലങ്ങൾ മാറുമേ, ഈ ഭൂമിയും മാറുമേ, മനുഷ്യരും മാറുമേ, നീയോ എന്നും മാറാത്തവൻ. വാക്കു തന്നവനെ, എന്നും സത്യമായവനെ, നീ വാക്കു മാറാത്തവൻ, നീ വാക്കു മാറാത്തവൻ. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അപ്പോസ്തലന്മാരാൽ, കൈവെപ്പിനാൽ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരാൽ ഉണ്ടായൊരു മൂവാണ് അവിടെ കാണുന്നത്. അവിടെ പ്രാർത്ഥനയും ദൈവവചനവും ഇല്ലാതെ പോയിരുന്നെങ്കിൽ അവിടെ ഇതുപോലെയുള്ളൊരു മൂവ് നടക്കില്ലായിരുന്നു. അനന്തരം അവിടെ എഴുതിക്കാൻ, അതിൻ്റെ ശേഷം സ്തെഫാനോസ് എഴുന്നേറ്റു, വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, കൃപയും ശക്തിയും നിറഞ്ഞവനായി. വചനം ജഡമായി തീർന്നു, കൃപയും ശക്തിയും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശു കർത്താവിനെ കുറിച്ച് പറയുന്നു. ഇപ്പോൾ സ്തെഫാനോസ് അതേ ലെവലിൽ, കർത്താവിൻ്റെ ലെവലിൽ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവരുണ്ടോ? പ്രാർത്ഥിച്ച് കൈവെക്കുന്നവരുണ്ടോ? വചനത്തിൽ ഉറ്റിരിക്കുന്നവരുണ്ടോ? ദൈവിക മൂല്യങ്ങൾ, നല്ല സാക്ഷ്യവും കൃപയും അഭിഷേകവും വചനമൊക്കെ അതിൻ്റെ മൂല്യം കൊടുക്കുന്നവർ ഉണ്ടോ? സഭയിൽ നിന്ന് ഇതുപോലെയുള്ള ആൾക്കാർ എഴുന്നേറ്റ് വരുമെന്ന്. അതിൻ്റെ ശേഷം പിറുപിറുപ്പിന് ശേഷം തല്ലിപ്പൊളിഞ്ഞ് സഭ പോകുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പിറുപിറുപ്പും വഴക്കും യവന ഭാഷക്കാരും എബ്രായ ഭാഷക്കാരും തമ്മിലുണ്ടായത് ഇന്നാണെങ്കിൽ തല്ലിപ്പെരിഞ്ഞ് സഭ 4 വഴിക്ക് പോകും. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ അത് വളർന്നു വരികയാണ്. പിറുപിറുപ്പിനോ വിരോധങ്ങൾക്കോ പിശാചിൻ്റെ രഹസ്യ അജണ്ടകൾക്കോ തകർക്കാൻ കഴിയുന്ന ഒന്നല്ലെന്ന് സഭ. കൊടിയ കാറ്റോടുകൂടി, കൊടിയ മുഴക്കത്തോടുകൂടി, അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകളോടുകൂടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെതാണ് സഭ. നമ്മൾ കെട്ടിപ്പണിയുന്നതല്ല സഭ, കെട്ടിടമല്ല സഭ, നമ്മൾ തല്ലിക്കൂട്ടിയതല്ല സഭ, രജിസ്റ്റർ ചെയ്തതുമല്ല സഭ, രജിസ്റ്റർ ബുക്കിൽ പേരെഴുതിയവരുമല്ല സഭ, ജീവപുസ്തകത്തിൽ പേരുള്ളവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരുമാണ് സഭ. അങ്ങനെ ഒരു സഭ ഈ സീസണിൽ കർത്താവ് നമ്മുടെ ഇടയിൽ എഴുന്നേൽപ്പിക്കട്ടെ. അത് സംഭവിക്കണം. അതിനാണല്ലോ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ കർത്താവ് തരുന്നത്. അനന്തരം സ്തെഫാനോസ് എഴുന്നേറ്റു. ഈ കാലഘട്ടത്തിൽ സ്തെഫാനോസുമാരുണ്ട്, ഈ കാലഘട്ടത്തിലും അഭിഷിക്തന്മാരുണ്ട്. അവർക്ക് എഴുന്നേൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അടിയും വഴക്കും വിദ്വേഷങ്ങളും കയ്പും പ്രാർത്ഥനയില്ലായ്മയും സാക്ഷ്യമില്ലായ്മയും ഉള്ള ഒരു സമൂഹത്തിൽ നിന്ന് ഇതുപോലെയുള്ള സ്തെഫാനോസുമാർ ഒരിക്കലും എഴുന്നേൽക്കില്ല. സ്തെഫാനോസുമാർ ഇന്ന് ഇല്ലാത്തതല്ല കാരണം. സ്തെഫാനോസുമാർക്ക് എഴുന്നേൽക്കാൻ പറ്റിയ വളക്കൂറുള്ള മണ്ണില്ലാതെ പോകുന്നു, അതിനുള്ള അറ്റ്മോസ്ഫിയർ ഇല്ലാതെ പോകുന്നു. സഭകൾ പേരിന് വന്ന് സമയത്തിന് തുടങ്ങി കൃത്യസമയത്ത് അവസാനിപ്പിച്ച് ആരും ആരെയും നോക്കാതെ അവരവരുടെ വഴിയിലേക്ക് പോകുന്ന സഭകളിൽ ഇതുപോലെ കൃപയും ശക്തിയും നിറഞ്ഞവർ എഴുന്നേറ്റ് വരില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ബെഥേലേജി ചർച്ചിൽ
1991, 92 കാലയളവിൽ കൃപയും ശക്തിയും നിറഞ്ഞവർ എഴുന്നേറ്റ് വരുന്നത്. കൊച്ചു കൊച്ചു ചെറുപ്പക്കാർ, 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്നവരൊക്കെ ഒരു ബൈബിൾ കൈകൊണ്ട് പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് കയ്യിൽ ഇങ്ങനെ വെച്ച് താങ്ങി നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന കൊച്ചു പിള്ളേര് എഴുന്നേറ്റ് കത്തി ജ്വലിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇന്ന് അവർ അപ്പോസ്തലന്മാരാണ്. 10,000 ഉൾക്കൊള്ളുന്ന സഭകളുടെ ശുശ്രൂഷകന്മാരായി അവർ മാറി. അതിൻ്റെ കാരണം അതുപോലൊരു അന്തരീക്ഷം പാസ്റ്റർ M.A. വർഗീസിന്റെ നേതൃത്വത്തിൽ ആ സഭയിൽ ഉണ്ടാക്കപ്പെട്ടു. അതിനുവേണ്ടി അദ്ദേഹം വില മുടക്കി, തൻ്റെ ജോലി രാജിവെച്ചു. ഒരു സീനിയർ സയന്റിസ്റ്റായ അദ്ദേഹം തൻ്റെ ജോലി കളഞ്ഞ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വില മുടക്കി, സഭയ്ക്ക് വേണ്ടി തൻ്റെ ജീവൻ, സമയം എല്ലാം ഇൻവെസ്റ്റ് ചെയ്തു. ഞാനതിന് സാക്ഷിയാണ്. വില മുടക്കാനും വാവിട്ട് കരയാനും സഭയ്ക്ക് വേണ്ടി മൂല്യം കൊടുത്ത് നിൽക്കാനും ആളുണ്ടെങ്കിൽ സ്തേഫാനോസുമാർ അനന്തരം ചിലതൊക്കെ ചെയ്താൽ അതിൻ്റെ ശേഷം കൃപയും ശക്തിയുമുള്ളവർ എഴുന്നേറ്റ് വരും. ബഥേലേജി ചർച്ചിന്റെ ആ സീസണുകളിൽ സഭയെ പൊളിച്ചു കളയാൻ ഒത്തിരി പേര് എഴുന്നേറ്റു. പാസ്റ്റർ M.A. വർഗീസ് രാജിവെക്കണമെന്ന് പറഞ്ഞ് പരസ്യമായി എഴുന്നേറ്റ് സഭായോഗത്തിൽ വഴക്കുണ്ടാക്കുമ്പോൾ, സഭയിൽ നിന്ന് ജനങ്ങൾ ഇറങ്ങി ഓടുമ്പോൾ, ഞാൻ രക്ഷിക്കപ്പെട്ടു വന്നിട്ട് 3 മാസമേ ഉള്ളൂ, സഭ തല്ലിപ്പിരിഞ്ഞു പോകാം, എന്നാൽ വില മുടക്കുന്ന ഒരു കൂട്ടം ജനം പാസ്റ്റർ M.A. വർഗീസിന്റെ കൂടെ നിന്നു. അതിൻ്റെ അനന്തര ഫലമാണ് ലോക ചരിത്രത്തിൽ മലയാളി പെന്തക്കോസ്ത് സഭകളുടെ ചരിത്രത്തിൽ മാതൃകയാക്കാൻ കൊള്ളാകുന്ന 1000 ഉൾക്കൊള്ളുന്നൊരു സഭ എഴുന്നേറ്റ് വന്നത്. യേശുവിൻ്റെ നാമത്തിൽ വില മുടക്കാൻ ഇത് കേൾക്കുന്ന ദൈവവേലക്കാർ, നിങ്ങൾ വില മുടക്കുമെങ്കിൽ, നിങ്ങൾ സംരക്ഷിക്കുമെങ്കിൽ, നിങ്ങൾ സഭയ്ക്ക് വേണ്ടി മൂല്യം കാത്തു സൂക്ഷിക്കുമെങ്കിൽ, സാക്ഷ്യം സൂക്ഷിക്കുമെങ്കിൽ, വചനത്തിന് വില മുടക്കുമെങ്കിൽ, പ്രാർത്ഥനയിലും വചനത്തിലും ഉറ്റിരിക്കുമെങ്കിലും, അതിനുശേഷം ശക്തന്മാരായ സ്തേഫാനോസുമാർ കൃപയും ശക്തിയും നിറഞ്ഞവരായി ജനങ്ങളിൽ എഴുന്നേറ്റ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത്, നമ്മുടെ അടുത്ത തലമുറ എഴുന്നേൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് കണ്ണുനീരോടെ വിതയ്ക്കുന്നത് നാളെ ആർപ്പോടെ കൊയ്യും. കർത്താവിൻ്റെ കൃപയാൽ ബഥേലേജി ചർച്ചിൽ നിന്ന്, ബാംഗ്ലൂർ M.A. വർഗീസ് പാസ്റ്റർ സഭയിൽ നിന്ന് 1000-ലധികം കർത്താവിൻ്റെ വേലക്കാർ, ഞാൻ ഉൾപ്പെടെ രംഗത്ത് വന്നു. കാരണം മാതൃക സൂക്ഷിക്കുന്ന ഒരു പാസ്റ്ററും ഭാര്യയും കുടുംബവും, അവർക്കെതിരെ എന്തെല്ലാം അപഖ്യാതികൾ വന്നു, അതെല്ലാം സത്യമല്ലെന്ന് എനിക്കറിയാം. അവരുടെ സാക്ഷ്യം വിശുദ്ധമാണ്, അവരുടെ ജീവിതത്തിൽ ഒരു കറയില്ലാത്തവരാണ് എന്നുള്ളതിന് ഞാൻ സാക്ഷി. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം കർത്താവിൻ്റെ വേലക്കിറങ്ങാൻ പ്രചോദനമുണ്ടായി. സാക്ഷ്യമില്ലാത്ത ഒരു പാസ്റ്ററിന്റെ സഭയിൽ നിന്ന് അടുത്ത തലമുറ കർത്താവിൻ്റെ വേലക്കിറങ്ങില്ല. 1000-ലധികം പേര് ഇറങ്ങി. നിങ്ങൾക്ക് പാസ്റ്റർ M.A. വർഗീസിനെ വിമർശിക്കണമെങ്കിൽ കുറഞ്ഞത് കർത്താവിൻ്റെ വേലക്ക് ഒരു 500 പേരെ ഇറക്ക്, എന്നിട്ട് വിമർശിക്കുക. 1000-ലധികം പേരെ കർത്താവിൻ്റെ വേലയിലേക്ക് ഇറക്കിയ ഒരു ദൈവ പുരുഷനെ വിമർശിക്കാനുള്ള ക്വാളിറ്റി വേണ്ടേ കുറഞ്ഞത്? ഒരിക്കൽ ബെന്നിഹിനെതിരെ വലിയ വിമർശനം വന്നു. അപ്പോൾ ബെന്നിഹിനെ കണ്ടിട്ട് 2 പറയാനിരിക്കുകയാണെന്ന് ഒരിക്കൽ ഒരു മലയാളി ദൈവദാസൻ പറഞ്ഞു. അപ്പോൾ മറ്റൊരു ദൈവദാസൻ പറയുകയാണ്, ഞങ്ങളുടെ മുമ്പിൽ വെച്ച് പറയുകയാണ്, ബെന്നിഹിനിൻ്റെ മുഖത്ത് നോക്കി 2 പറയാൻ ഒരു 15 കൊല്ലത്തേക്ക് ഡേറ്റ് ഉണ്ടാവില്ല. താങ്കൾ 15 വർഷം കാത്തിരിക്കണം, അത്ര തിരക്കുള്ള ദൈവദാസനാണ്. ബെന്നിഹിനെ ഒന്ന് ചീത്ത വിളിക്കാൻ 15 കൊല്ലം കാത്തിരിക്കണം. എന്തൊരു കഷ്ടമാണ്. ശക്തന്മാരെ വിമർശിക്കുന്നവർ ഓർത്തോ, വിമർശിക്കാനുള്ള ക്വാളിറ്റി ഉണ്ടെങ്കിലേ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് വിമർശിക്കും. വെറുതെ കുത്തിയിരുന്ന് വിമർശിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്നാ ഗുണം? നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഗുണമുണ്ടോ? കർത്താവിന് വേണ്ടി കത്തി ജ്വലിക്കുന്നവരെ ആദരിക്കുക, കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ ബഹുമാനിക്കുക. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി
ജനത്തിൽ വലിയ അത്ഭുതങ്ങൾ. അതിൻ്റെ അർത്ഥം പത്രോസിന്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായി. വലിയ അത്ഭുതങ്ങൾ. മുടന്തനെയൊക്കെ ചാടി എഴുന്നേൽപ്പിച്ചു. സംഭവമൊക്കെ ശരി, എന്നാൽ അവര് ചെയ്തിട്ടില്ലാത്തത് വലിയ അത്ഭുതങ്ങൾ. ഒന്നും കൂടി പറഞ്ഞ, യേശു പറഞ്ഞു, പിതാവിന്റെ അടുക്കലേക്ക് ഞാൻ പോകുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിലും വലിയത്. പത്രോസും യോഹന്നാനും ഒക്കെ ചെയ്യാത്തത് അടുത്ത തലമുറയിൽ, അടുത്ത സീസണിൽ തുടങ്ങുകയാണ്. ഞാൻ ആരോടൊക്കെയോ പറയുന്നു, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത വലിയ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത തലമുറ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണോ, നിങ്ങളുടെ മക്കൾ വലിയ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനാണോ, നിങ്ങളുടെ മക്കൾ എഴുന്നേറ്റ് അതിൻ്റെ ശേഷം പ്രാർത്ഥിക്കുന്ന അമ്മ, പ്രാർത്ഥിക്കുന്ന അപ്പൻ, വചനം സംരക്ഷിക്കുന്ന മാതാപിതാക്കൾ അങ്ങനെയുണ്ടോ, അതിൻ്റെ ശേഷം സഭയിൽ ദൈവകൃപയും മൂല്യവും സൂക്ഷിക്കുന്ന സഭയാണോ, അതിൻ്റെ ശേഷം, അനന്തരം. ആ ഒരൊറ്റ വാക്കാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാം, അനന്തരം. ചില കണ്ടീഷനുകളുണ്ട് അതിനുശേഷം. ആവർത്തന പുസ്തകം 28 പറയുന്നു, നിങ്ങൾ എൻ്റെ വചനം കൈക്കൊണ്ട് എൻ്റെ വഴിയിൽ നടന്നാൽ നിങ്ങൾ ഉയർച്ചകൾ കാണും, വാലല്ല തലയാകും. കണ്ടീഷനുണ്ട്. ഒരു പ്രവാചകൻ ഒരാളുടെ തലയെ കൈവെക്കുമ്പോൾ, മകളെ നീ ഇന്നതുപോലെയൊക്കെ എനിക്ക് വേണ്ടി നിന്നാൽ ഞാൻ നിന്നെ ഇന്നതുപോലെ മാനിക്കും. കണ്ടീഷനുകളുണ്ട്. വാഗ്ദത്തം മാത്രം പിടിക്കരുത്, കണ്ടീഷനുകളെ നാം പാലിക്കുമെങ്കിൽ കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. കർത്താവിൻ്റെ അമിത ബലത്തിൽ ആശ്രയിക്കാം. കർത്താവെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വ്യവസ്ഥകൾ സൂക്ഷിക്കുമെങ്കിൽ, സഭയുടെ മൂല്യം സൂക്ഷിക്കുമെങ്കിൽ, സഭയുടെ ആദർശം സൂക്ഷിക്കുമെങ്കിൽ, ഉപവസിച്ച് പ്രാർത്ഥിക്കുക, വിശുദ്ധ ജീവിതത്തെ സംരക്ഷിക്കുക, മാതൃകപരമായി ജീവിക്കുക, ഇങ്ങനെയുള്ള കണ്ടീഷനുകൾ ഉണ്ടെങ്കിൽ അനന്തരം സ്തെഫാനോസ് എഴുന്നേറ്റു. വലിയ അത്ഭുതങ്ങൾ, വലിയ അടയാളങ്ങൾ. നമ്മൾ ഒരു അടിത്തറ ഇട്ട് കൊടുത്താൽ മതി, അതിൻ്റെ മുകളിലോട്ട് വലിയ പണി നടക്കും. അപ്പോസ്തലന്മാർ നല്ല അടിസ്ഥാനം ഇട്ട് കൊടുത്തു. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരെന്ന അടിസ്ഥാനത്തിന്മേൽ ക്രിസ്തുവാകുന്ന മൂലക്കല്ല്. അപ്പോൾ അപ്പോസ്തലന്മാരെന്ന അടിസ്ഥാനം, അവർ അടിസ്ഥാനം ഇട്ട് കൊടുത്തു. മാതാപിതാക്കൾ എന്ന നിലയിൽ നമുക്ക് നല്ല ഒരു അടിസ്ഥാനം ഇട്ട് കൊടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ നമ്മളെ കണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. നമ്മൾ സക്സസ് ആയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കണ്ട് സക്സസ് ആകും. അല്ല, ബിൽഗേറ്റ്സിനെ കണ്ടല്ല, സ്റ്റീവ് ജോബ്സിനെ കണ്ടല്ല സക്സസ് ആകേണ്ടത്, നമ്മളെ കണ്ട് സക്സസ് ആകണം. നമ്മൾ പറയുന്ന, മക്കളെ, സ്റ്റീവ് ജോബ്സ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായി, അങ്ങേര് ആപ്പിൾ എന്ന കമ്പനിക്ക് രൂപം കൊടുത്തു, അങ്ങേരെ കണ്ടുപിടിക്കുന്നില്ല. മക്കളെ, എന്നെ കണ്ടുപിടിക്കും. എന്ത് പറയാൻ? തൻ്റെ ഇടമുള്ള മാതാപിതാക്കളായി നമുക്ക് മാറണം. കർത്താവിൽ ആശ്രയിക്കാം. ജീസസ് എവരിഡേയിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ എനർജി കർത്താവ് തരുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ കർത്താവ് നന്നായിട്ട് ഇടപെടുന്നുമുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ശക്തരായി മാറും. അടിസ്ഥാനം ഇട്ട് കൊടുക്കുക. പിള്ളേർക്ക് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം ഒരു അടിസ്ഥാനം ഇട്ട് കൊടുക്കുക. അത് ചെയ്യും വരെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി സമ്മതിച്ചു കൊടുക്കരുത്. അതുപോലെ ഒരു ചിട്ടയുള്ള ഒരു ജീവിതത്തിനായി കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാം. സഭയെ നമുക്ക് പണിയാൻ നമ്മെ തന്നെ ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് കേട്ട വചനങ്ങൾ ഈ മക്കളുടെ മേൽ വിടുതലാകട്ടെ, മഞ്ഞാകട്ടെ, മഴയാകട്ടെ, കൃപയാകട്ടെ. ഞങ്ങളുടെ അടുത്ത തലമുറ ശക്തന്മാരാകാൻ അവർക്ക് വേണ്ടി ഒരു നല്ല അടിസ്ഥാനം, പ്രാർത്ഥനയുടെ, വിശ്വാസത്തിൻ്റെ, വിശുദ്ധ ജീവിതത്തിൻ്റെ, മാതൃക ജീവിതത്തിൻ്റെ അടിത്തറ പാകുവാൻ ഈ ഓരോ മാതാപിതാക്കൾക്കും കൃപ കൊടുക്കണം. ഈ യൗവനക്കാർ, അടുത്ത യൗവനക്കാർക്ക് ഒരു അടിത്തറ പാകട്ടെ. സ്തെഫാനോസുമാരെ, ശക്തന്മാരായ സ്തെഫാനോസുമാർ ഞങ്ങൾ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നുവരെ കാണാത്തത് ഞങ്ങളുടെ സീസണിൽ വെളിപ്പെടട്ടെ. മോശയുടെ കാലത്ത് പ്രകൃതിയുടെ മേൽ നടന്നതുപോലെ, യോശുവയുടെ കാലത്തും ഏലിയാവിന്റെ കാലത്ത് ഈ പ്രകൃതിയിൽ നടന്നതുപോലെ അസാധാരണമായ ദൈവപ്രവൃത്തി ചെയ്യുന്നവർ എഴുന്നേറ്റ് വരട്ടെ. ഇത് കേൾക്കുന്നവർ തന്നെ അതായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ.
ഞങ്ങൾ അടിത്തറയിടുമ്പോൾ നിങ്ങൾ സ്തേഫാനോസുമാരായിട്ട് എഴുന്നേറ്റ് വരും. അസാധാരണമായിട്ട് ദൈവം നിങ്ങളെ ഉപയോഗിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.